നമ്മൾ ഈ സിമ്പിൾ മരുന്ന് കഞ്ഞിക്ക് ആദ്യം എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഉലുവ നമ്മളുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും പേശിവേദന, നടുവേദന ഇതൊക്കെ കുറയ്ക്കാനും അതുപോലെ കാൽസ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമ്മൾ എടുക്കുന്നത് കറുത്ത എള്ളാണ്. 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. കറുത്ത എള്ള് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും അതുപോലെ നമ്മളുടെ എല്ലുകൾക്ക് ബലം കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ബാക്ടീരിയ, വൈറൽ ഇൻഫെക്ഷൻസിനും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതിനൊക്കെ നല്ലതാണ് നമ്മളുടെ ഈ ഒരു കറുത്ത ജീരകം. അപ്പോൾ കരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എല്ലാം എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഉലുവ മസ്റ്റായിട്ട് എടുക്കുക കേട്ടോ. ഉലുവ എല്ലാവരുടെയും വീട്ടിൽ കാണും. എന്നിട്ട് നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കിയിട്ട് നമുക്ക് നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കാം. കാരണം ഈ വെള്ളം നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ നേരത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചെറുപയർ എടുക്കാം. ചെറുപയറും നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ധാരാളം പ്രോട്ടീനും കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് ചെറുപയറിൽ. പിന്നെ നമുക്ക് എടുക്കേണ്ടത് മുതിരയാണ്. ചെറുചെണ്ണ, ഹോഴ്സ് ഗ്രാം എന്നൊക്കെ പറയും. അപ്പോൾ ഇതും നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുളപ്പിച്ച മുതിരയാണ് എടുത്തിട്ടുള്ളത്. മുളപ്പിച്ചതാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടും. മുളപ്പിക്കാത്തതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെറുപയറും മുതിരയാണ് അടുത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മുതിര ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെറുപയർ മാത്രം എടുത്താൽ മതി. ചെറുപയർ മസ്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ നമുക്കൊരു 4-5 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കാം. ഈ വെള്ളം നമുക്ക് കളയണ്ട, നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ നേരത്തെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് റൈസാണ്. നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് നവര അരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കിട്ടാനുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമായിരിക്കും, 1 വീക്ക് എടുക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് തൽക്കാലം ഉണ്ടായിരുന്നത് പൊടിയരിയാണ്. പൊടിയരിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പൊടിയരി ഇവിടെ ഒരു 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയരിയുടെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാനും പറ്റും. അതുപോലെ തവിടുള്ള അരിയാണ്. പിന്നെ നമുക്കിത് കുതിർക്കാൻ വയ്ക്കുകയൊന്നും വേണ്ട. നവരരിയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ കുതിർക്കാനൊക്കെ വെക്കണം. പിന്നെ നമ്മൾ എടുക്കുന്നത് ആശാളിയാണ്. ആശാളി ഹലീം സീഡ്സ് എന്ന് പറയും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് കേട്ടോ ഇത്. ഇതിനകത്ത് പ്രോട്ടീനും കാൽസ്യവും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മളുടെ പല്ലിനും എല്ലിനും എല്ലാത്തിനും നല്ലതാണിത്. നവരരി കഴിഞ്ഞാൽ കർക്കിടകക്കഞ്ഞിക്കൂട്ടിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇത് കർക്കിടകക്കഞ്ഞി കിറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അധികം നേരം വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമുക്ക് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ പൊടിയരി എടുത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നവരരി അല്ലെങ്കിൽ പുഴുക്കലരിയൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം അത് കുതിർക്കാൻ വയ്ക്കണം, നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുവേ. പിന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും മാത്രമാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ വെള്ളം ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് മെഷർ ചെയ്ത് ഒഴിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്കും എത്ര വെള്ളം വേണമെന്ന് പറഞ്ഞു തരാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ആശാളി നന്നായിട്ട് ചിയാ സീഡ് മാതിരിയാണ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിയുമ്പോൾ വരെ ഒരു പൾപ്പി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ചിയാ സീഡിനും അതുപോലെ ഈ സീഡിനും ഒക്കെ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉപ്പാണ് അടുത്തിട്ട് കൊടുക്കേണ്ടത്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ഇടാനായിട്ട് നോക്കുക. കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് വെള്ളം മെഷർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 3/4 കപ്പ് അരിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ സെയിം കപ്പിന് ഒരു 7 കപ്പ് വെള്ളമാണ് ഇത്രയും അരിയും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനും വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കറക്റ്റായിരുന്നു കേട്ടോ. ആ വെള്ളത്തിൻ്റെ അളവും അരിയുടെ അളവും കറക്റ്റാണ്. അതിൽ 3/4 കപ്പ് അരിക്ക് ആ സെയിം കപ്പിന് 7 കപ്പ് വെള്ളം. ഇനി നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ വരണ വരെ നമുക്ക് വേവിക്കാം. ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ ലോ ഫ്ലെയിമിലും. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള അരിയാണിത്. വെള്ളം നല്ല കറക്റ്റ് പാകമായിരുന്നു. അതുപോലെ അരിയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കഞ്ഞിയിലേക്ക് തേങ്ങാപ്പാലാണ്. ഇത് പറ്റുമെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഞ്ഞിക്ക് ആ ഒരു ഉലുവയുടെ കയ്പ്പൊക്കെ ഒന്ന് കുറയും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളവും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 മുറി തേങ്ങ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പാലാണിത്. അപ്പോൾ ഇതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വെള്ളം തിളപ്പിച്ച് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ ചിലർക്ക് ഉപ്പുള്ള കഞ്ഞിക്കാട്ടിലും ഇഷ്ടം മധുരമുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശർക്കര ഒന്ന് കുറുക്കിയിട്ട് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് സിറപ്പ് പോലെ ആക്കുമല്ലോ നമ്മൾ, ശർക്കര പാനി പോലെ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. കാരണം ആ ഉലുവയുടെ കയ്പ്പൊക്കെ നന്നായിട്ട് കുറയും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ കഞ്ഞിക്ക് ടേസ്റ്റും ഗുണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. കുറച്ച് നെയ്യിൽ ഒരു 2 ടീസ്പൂൺ നെയ്യിൽ 4-5 ചുമന്നുള്ളിയും ഒരു 2-3 വെളുത്തുള്ളി അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും ജീരകവും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് ഈ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി കൂടി ചേർക്കുക. ഈ കഞ്ഞി തുടർച്ചയായിട്ട് ഒരു മിനിമം 7 ദിവസമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.